നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഹീർ അവളെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാ? ഒരു പിടിയുമില്ല സർ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ ഗെയിമിൽ ആ സഹീറയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ ഡിസ്ട്രിക്റ്റിലെ പോലീസുകാരെയൊന്നും എനിക്കത്ര വിശ്വാസം പോരാ സർ. അതെന്താ ഈ സിറ്റിയിലെ പോലീസുകാരെല്ലാം വിശ്വാസികളല്ലാത്തത്? ഇവിടെയുള്ള എല്ലാവരും ആ കാർത്തിക്കിന്റെ ആൾക്കാരാ. അവരോടൊക്കെ എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞാലേ അതെന്റെ കുഞ്ഞിന്റെ ജീവന് തന്നെ ആപത്താ. ഇവരുടെ കുഞ്ഞിന്റെ ജീവനിപ്പോ നമ്മളാ ഭീഷണി എന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഇവരെ കൊണ്ട് നമുക്ക് സത്യം പറയിപ്പിക്കണമല്ലോ. എന്താ വേണ്ടേ? വേണം സർ. നിന്നെ കൊണ്ട് ആ കുഞ്ഞിനെ ഇവിടെ വരുത്തിക്കാൻ എനിക്കറിയാം. പറയ്, ആ കുഞ്ഞെവിടെ? പറയ്. പറയാ സർ. എന്നാ വേഗം അങ്ങോട്ട് പറയ്. ഇനി നിങ്ങളുടെ അഭ്യാസങ്ങളൊന്നും ഇവിടെ ചെലവാകില്ല. വേഗം പറയും. കുഞ്ഞിനെ കുഞ്ഞിനെ പറയും. ഈ വൈശാഖിനെയും കാർത്തിക്കിനെയും അയാളുടെ ആൾക്കാരെ എല്ലാം പേടിച്ച് കുഞ്ഞിനെ ഞാനൊരാളെ വളർത്താൻ ഏൽപ്പിച്ചു. ആരെ? സർ. ആളകത്തുണ്ടോ? ഉണ്ട്, ചോദ്യം ചെയ്തോണ്ടിരിക്കുക. സർ. ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ഇല്ല മാഡം, ആ കുഞ്ഞ് എവിടെയാണെന്നുള്ള സത്യം ഇവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞിന്റെ അമ്മയെ ഇവള് പ്രസവിച്ചതാണെങ്കിൽ ഇവൾക്ക് അതിനെ വളർത്താനും അറിയാം. അതില് നമുക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഇവളെ ഞാനങ്ങ് കൊണ്ടുപോവാ. വാ. സോറി മാഡം. വാ. വാ. കേറ്. സർ. ഇൻസ്പെക്ടർ അല്ലേ? ഉണ്ട് സർ. ഇരിക്കും സർ. ഇല്ല, പോവാണ്. എന്തായി വിനോദ്, ആ മൈഥിലി കുഞ്ഞിനെ പറ്റി വല്ലതും പറഞ്ഞോ? കൂടുതലൊന്നും പറഞ്ഞില്ല സർ. അവര് പറയുകയായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് ആ ACP മാഡം വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരെയും പേടിച്ച് കുഞ്ഞിനെ ആരുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അവര് പറഞ്ഞു. അത് ആരാണെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പറയുമായിരുന്നു. ഇല്ലെങ്കിലേ ഞങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. ആ സമയത്തല്ലേ ആ നാശം പിടിച്ച സ്ത്രീ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയത്.
മേഡം വിഷമിക്കാതെ നമുക്ക് എങ്ങനെയും കുഞ്ഞിനെ കണ്ടുപിടിക്കാം. ഈ സഹീറ വന്ന് മൈഥിലിയെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്താ കാര്യം? സഹീറ അവളെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാ? ഒരു പിടിയുമില്ല സർ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ ഗെയിമിൽ ആ സഹീറയ്ക്ക് വലിയ പങ്കുണ്ട്. പോട്ടെ വിനോദ്. വാ മീനാക്ഷി. കാർത്തേട്ടാ, നമുക്ക് ACP ഓഫീസിലേക്കൊന്ന് പോയാലോ? അത് ശരിയാവില്ല മീനാക്ഷി. പക വീട്ടാനുള്ളൊരു അവസരമായിട്ടാ സഹീർ ഇതിനെ കാണുന്നത്. പകയുള്ള പെണ്ണും പത്തി വിരിക്കുന്ന മൂർഖനും ഒരുപോലെയാണെന്ന് മുത്തശ്ശൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടും കടിച്ചേ അടങ്ങൂ. കാർത്തേട്ടനോട് അവൾക്ക് ഇത്ര പകയുണ്ടാവാൻ കാരണം എന്താ? അത് പഴയൊരു ലവ് സ്റ്റോറിയാണ്. പോലീസ് അക്കാഡമിയിൽ പഠിക്കുമ്പോൾ ഈ സഹീറയ്ക്ക് എന്നോട് വലിയ പ്രണയമായിരുന്നു. എനിക്കെന്തോ അവളോട് വലിയ വെറുപ്പും. ഇവളെന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. ഒരു ദിവസം തെറ്റ് എന്റെ സൈഡില്. ഞാൻ അവളെ തല്ലരുതായിരുന്നു. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയി. അക്കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് കുറ്റബോധമുണ്ട്. അതൊക്കെ മനസ്സിൽ വെച്ച അവള് പെരുമാറിയത് ഇപ്പൊ എനിക്കത് മനസ്സിലായി. ഇനി അവള് നമ്മുടെ കുഞ്ഞിനെ വെച്ചാവും കളിക്കാൻ പോകുന്നത്. അതിനായിരിക്കും ആ മൈഥിലിയെ കൂടെ കൂട്ടിയിരിക്കുന്നത്. എന്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് ഒന്നറിയാൻ പോലും പറ്റുന്നില്ലല്ലോ കാർത്തേട്ടാ. കരയാതെ പോലീസ് സ്റ്റേഷന് വാ, കാറിൽ കയറിയിരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.